അപ്പോൾ ഫ്രണ്ട്സ്, ബിഗ് ബോസിൻ്റെ എപ്പിസോഡ് 16 ഒരു അനാലിസിസ് വീഡിയോ ആണിത്. അപ്പോൾ ഇന്ന് നടന്നത് ഒരുപാട് വിഷയങ്ങൾ നടന്നിട്ടുണ്ട്. ഒരുപാട് അടികൾ, ഒരുപാട് പിന്നിൽ നിന്ന് കുത്തുന്ന ആൾക്കാർ, പിന്നെ ചില ആൾക്കാരുടെ സ്ട്രാറ്റജീസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് എക്സ്പോസ് ആയിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും. അപ്പോൾ ആദ്യം തന്നെ ഇന്നത്തെ ദിവസം ഒരു വ്യത്യാസത്തിലാണ് തുടങ്ങിയിരിക്കുന്നത്. അതായത് നവിനും നൂറയും തമ്മിലാണ് ഇന്ന് അടി നടന്നത്. സാധാരണ എല്ലാ ദിവസവും അനീഷാണല്ലോ അടി ഉണ്ടാക്കുന്നത്. അത് മിക്കവാറും നാളെ തന്നെ അനീഷ് അതിൻ്റെ കോളം തികച്ചോളും. അപ്പോൾ ഇന്ന് എന്തുകൊണ്ടാണ് അനീഷ് അടി ഉണ്ടാക്കാത്തതെന്ന് അറിയില്ല. ഇന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു അടിയായിരുന്നു. അതിൻ്റെ ഇടയിൽ ആര്യൻ്റെ അടുത്ത് അനിമോളിൻ്റെ ഒരു സംഭവം, അത് നമ്മുടെ ആദിലെയൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. കാരണം ലവ് ട്രാക്ക് പിടിക്കാൻ പ്ലാൻ ഉണ്ടോ, അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ആ ഒരു സംഭവം അനിമോൾ മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം സത്യമാണ്. പക്ഷേ പുള്ളിക്കാരന് 23 ഏജുള്ളൂ. അനിമോളിന് എനിക്ക് തോന്നുന്നു 28 വയസ്സോ മറ്റുണ്ട്. അതുകൊണ്ട് അത് നടക്കില്ല. പിന്നെ അങ്ങനത്തെ ഒരു ടൈപ്പ് ആരും ഇവിടെ ഇല്ല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ എന്തൊക്കെയായാലും അങ്ങനെ ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ നോക്കാൻ സാധ്യത ഉണ്ട് എന്നുള്ള കാര്യവും എന്തായാലും വ്യക്തമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ന് കണ്ടതിൽ വെച്ച് ഏറ്റവും വൃത്തികേടായി തോന്നിയതാണ് ഈ ഒരു സംഭവം. ശാരിക KB എന്ന് പറയുന്ന കൂതറ ആങ്കർ ഹോട്ട് സീറ്റ് തേങ്ങ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത്. ഇതൊക്കെ കാണുമ്പോഴാണ് ഇവരെയൊക്കെ പണ്ടത്തെ ആൾക്കാരെയൊക്കെ പൂജിക്കാൻ തോന്നുന്നത്. അതായത് പണ്ടൊക്കെ ഒരു 10-20 വർഷം മുമ്പേ ആയിരിക്കും, 15 വർഷം മുമ്പേ ഓരോ TV ചാനൽസിലൊക്കെ ഓരോ ഇൻ്റർവ്യൂസൊക്കെ വളരെ റെയറായിട്ട് ഓണത്തിനും വിഷുവിനും അങ്ങനെ ക്രിസ്മസ് അങ്ങനെ ഓരോ ഫെസ്റ്റിവൽസിനൊക്കെ സെലിബ്രിറ്റീസിനൊക്കെ ഇൻ്റർവ്യൂ ഒക്കെ വരാറുള്ളൂ. പക്ഷെ അതൊക്കെ ഇന്നും അപ്ലോഡ് ചെയ്യുമ്പോൾ എത്ര ക്വാളിറ്റി ഉണ്ട്, എത്ര റിയൽ ആണെന്നുള്ള കാര്യം ഇപ്പം കാണുമ്പോഴാണ് തോന്നിപ്പോകുന്നത്. ഈ ശാരിക KB പോലുള്ള ഒരു കൂതറ ഇൻ്റർവ്യൂവർ അവരെ വൃത്തികെട്ട ചോദ്യവും കേട്ടപ്പോൾ തന്നെ ഡിസ്കസ്റ്റഡ് ആയിപ്പോയി. അതിനെക്കൊണ്ട് തോന്നുന്ന ആൾക്കാർ എന്താണെന്ന് വെച്ചാൽ, അതിനെക്കൊണ്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് വെച്ചാൽ കമൻറ്റ് ഡൗൺ ചെയ്യൂ. അതിനുശേഷം ശാരിക പോയിട്ട് ഇവരുടെ അടുത്ത് പോയിട്ട് കുറേ നേരം പോയിട്ട് ഇങ്ങനെ തെറ്റ് പറ്റിപ്പോയി, എൻ്റെ ഭാഗത്തുള്ള തെറ്റാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പോയി പൊറാട്ട് നാടകമൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ നടന്ന വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനിമോളും റെനയും തമ്മിലുള്ള അടി. ആ റെന എന്തിനാണ് അടി ഉണ്ടാക്കിയതെന്ന് എനിക്കറിയില്ല. എന്നാലും അനിമോള് എന്താണ് പറയുന്നതെന്ന് കൂടി മനസ്സിലാക്കാൻ പറ്റാത്തൊരു രീതിയിലായിപ്പോയി. എന്തിനാണ് രണ്ടാളും കൂടി അടി ഉണ്ടാക്കുന്നതെന്ന് അറിയില്ല. പക്ഷെ അതിൻ്റെ ഇടയിൽ അനിമോള് ജെൻഡർ കാർഡും ഏജ് കാർഡും അങ്ങനെ ഒരുപാട് കാർഡുകൾ ഉപയോഗിച്ചു. അതിൻ്റെ ഇടയിൽ റെനയാണെങ്കിൽ ഇന്നത്തെ മെയിൻ ഇൻസിഡൻറ്റ് എന്ന് പറഞ്ഞാൽ അനിമോളെ ചപ്പാത്തിക്കള്ളി എന്ന് വിളിച്ചു എന്ന് പറഞ്ഞിട്ടാണ് കുറേ നേരം ഇഷ്യൂ ഉണ്ടായിരുന്നത്. കുറേ നേരം അതേ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അത് നോമിനേഷനിൽ പറഞ്ഞു, അതിന് ശേഷം ഇരുന്ന് കരയുന്നുണ്ട്, അങ്ങനെ കുറേ നേരം ഇരുന്നിട്ട് പറയുന്നുണ്ട്. അതൊരുമാതിരി മോക്ക് ചെയ്യുന്ന രീതിയിലാണ് റെന സംസാരിച്ചിട്ടുണ്ടായിരുന്നത്, ചപ്പാത്തിക്കള്ളി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനുശേഷം നോമിനേഷൻ ലിസ്റ്റിൻ്റെ ഒരു സംഭവം കൂടി നടന്നിട്ടുണ്ട്. അനിമോള്, ഷാനവാസ്, അങ്ങനെ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയാം, കൃത്യമായിട്ട് ഹൗസിൽ നിന്ന് ഔട്ടാവാൻ സാധ്യതയുള്ള ആരാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ശൈത്യ എന്ന് പറയുന്നൊരു വ്യക്തിയുടെ ഡബിൾ പ്ലേ ഇന്നലെ തന്നെ എക്സ്പോസ്ഡായി. സോഷ്യൽ മീഡിയയിൽ മൊത്തം അത് വൈഡ് സ്പ്രെഡായിട്ട് റീൽസായിട്ടും കാര്യങ്ങളായിട്ടൊക്കെ വന്ന് നല്ല രീതിയിൽ സ്പ്രെഡായതാണ്. കാരണം അനിമോളിന് പുറത്ത് നെഗറ്റീവ് ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ഇത്രയും കാലം അനിമോളിൻ്റെ ബാക്കിൽ നിന്ന് വിഷപ്പാമ്പിനെ പോലെ ഓരോന്ന് എന്താ പറയുക ഉന്തിത്തള്ളി ഇങ്ങോട്ടേക്ക് വിട്ടുകൊടുത്തിരുന്ന ശൈത്യ ഇന്ന് അനിമോളുടെ കുറ്റം പലരിടത്തും പോയിട്ട് പറയാൻ തുടങ്ങി. അപ്പോൾ ആ ഒരു രീതിയിലോട്ടേക്ക് ഒരു ദിവസം, ഒരു സെക്കൻഡ്, ഒരു അര ദിവസം കൊണ്ട്, ഒരു എപ്പിസോഡ് കൊണ്ട് ശൈത്യൻ്റെ ഗെയിം പ്ലേ മാറി. കഴിഞ്ഞ പ്രാവശ്യം സേവ് ആയി തെക്കും. പക്ഷേ അധികം നോക്കേണ്ട ശൈത്യ അടുത്ത ആഴ്ച തന്നെ പെട്ടി പാക്ക് ചെയ്തോ, വേഗം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാം. അതുപോലെ തന്നെ നല്ല നെഗറ്റീവ് ഇമ്പാക്റ്റും ഈ പുള്ളിക്കാരി എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അതാണ് എനിക്ക് ഈ ഒരു എപ്പിസോഡ് കണ്ടപ്പോൾ മനസ്സിലായ വേറൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ അനിമോൾ ഒരുപാട് സമയം ഇതേ കാര്യം തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ അനിമോളിൻ്റെ കയ്യിൽ നിന്ന് ടങ് സ്ലിപ്പായ വേറൊരു സംഭവമാണ് ഇന്ന് ആപ്പാനി ശരത്ത് കിച്ചണിൽ നിന്ന് അടിയുണ്ടാവുന്ന സമയത്ത് ഒരു സാധനം പറഞ്ഞു അനിമോള്. RJ ബിൻസി ഔട്ടായി പോകുന്ന സമയത്ത് ഉണ്ടാക്കിയ വെറുപ്പിക്കൽ എന്ന് പറഞ്ഞാൽ അമ്മാതിരി ക്രിഞ്ച് വെറുപ്പിക്കലായിരുന്നു. അയ്യോ എന്നെ പോവാതിരിക്കാൻ പറ്റുമോ, എനിക്കിവിടെ നിൽക്കാൻ പറ്റുമോ, മക്കളെ ഒരാൾക്കും ഫാൻസ് ആരും എന്താ പറയുക ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് വീട്ടിൽ നിന്ന് വോട്ട് കിട്ടാണ്ട് പറഞ്ഞു വിട്ടത്. അതിൻ്റെ ഇടയിൽ കാണിച്ചു കൂട്ടിയ ക്രിഞ്ച് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ബിഗ് ബോസ് സംഭവങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അമ്മാതിരി രീതിയിൽ ക്രിഞ്ചായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ്. അതിൻ്റെ ഇടയിൽ അനിമോൾ പറഞ്ഞു, ആപ്പാനിൻ്റെ അടുത്ത് പറഞ്ഞു, നീ കാരണമാണ് ബിൻസി ഔട്ടായത്. അത് ഭയങ്കരമായിട്ട് ട്രിഗറായി, അങ്ങോട്ടും ഇങ്ങോട്ടും പൊട്ടിത്തെറിക്കലായി. അതിൻ്റെ ഇടയിൽ അക്ബർ ചാടി ഇറങ്ങി എന്തൊക്കെയോ പറയേണ്ടായിരുന്നു. തീരെ ഇഷ്ടപ്പെടാത്തൊരു കൈൻഡ് ഓഫ് ക്യാരക്ടറാണ് ഈ അക്ബർ എന്ന് പറയുന്ന വ്യക്തിയുടെ. എന്തോ നമുക്ക് ചില ആൾക്കാരുടെ അടുത്ത് ചില ഇഷ്ടമൊക്കെ ഉണ്ടാവില്ല, കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു ഇഷ്ടമില്ല ഉണ്ടാവും. അതുപോലെയുള്ളൊരു കൈൻഡ് ഓഫ് ഒരു ക്യാരക്ടറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ പിന്നെ ഈ ആപ്പാനിയാണെങ്കിലും അങ്ങനെ അങ്ങ് പൊട്ടിത്തെറിച്ച് പറയുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ പോയിട്ട് ലാസ്റ്റ് ഇവർ രണ്ടാൾക്കും പണിയാവുമെന്ന് അറിയാം.
അതുകൊണ്ട് പോയിട്ട് ഒത്തുതീർപ്പാക്കി പോയിട്ടുണ്ട്. നമുക്ക് 100 ദിവസം നിൽക്കണം, നീ എൻ്റെ പെങ്ങളാണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ടിപ്പിക്കൽ മലയാളീസ് പറയുന്ന കുറേ സംഭവങ്ങളൊക്കെ പറഞ്ഞ് എങ്ങനെയൊക്കെയോ തട്ടിമുട്ടി പോയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ പുതിയൊരു സംഭവം ഇന്ന് ഫോമായിട്ടുണ്ട്. ഷാനവാസും ആപ്പാനിയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടി. അതിൻ്റെ ഇടയിൽ ഷാനവാസ് പറയുന്നുണ്ട്, നിനക്ക് ഞാൻ തരും, നിനക്ക് ഞാൻ അടി തരും, ഒന്ന് തന്നാൽ ഡബിൾ അടി തരും എന്നൊക്കെ അമ്മാവന്മാർ വർത്തമാനം പറയുന്ന പോലെ കുറേ സംഭവങ്ങളൊക്കെ ഷാനവാസൊക്കെ ഇറക്കുന്നുണ്ട്. എന്താണ് ഗെയിം എന്നോ എന്താണ് ബിഗ് ബോസ് ഹൗസ് എന്നും കൂടി മനസ്സിലാക്കാനുള്ള വിവേകം ഉണ്ടോ എന്നുള്ള സംശയമാണ്. ഷാനവാസ് ഫാൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ഡൗൺ ചെയ്യട്ടോ. പിന്നെ അടുത്തൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നടന്ന മെയിനായിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് അനീഷിൻ്റെ ഒട്ടും പൊടിയിട്ട് നോക്കുന്ന പോലെ ഒരു തരത്തിലും ഒരു ഇഷ്യൂലും ഒന്നും കണ്ടിട്ടില്ല. മേ ബി ബിഗ് ബോസ് ഒന്ന് വേറെ ആൾക്കാരിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിരിക്കും, എന്തെങ്കിലും രീതിയിൽ പോകുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട്.